എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യുന്നത് 2025 ഇറങ്ങിയ ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ വേൾഡ് എന്ന സിനിമയാണ്. ക്യാപ്റ്റൻ അമേരിക്ക 4 എന്നും ഇതിനെ പറയാറുണ്ട്. ഇത് ഒരു സൂപ്പർ ഹീറോ സിനിമയാണ്. ഇത് മാർവലിൻ്റെ സിനിമയാണ്. മാർവൽ ഇപ്പം എല്ലാവർക്കും അറിയാവുന്ന ഒരു ഫ്രാഞ്ചൈസ് ആണല്ലോ. അവെഞ്ചേഴ്സ് ആയാലും അയൺമാൻ ആയാലും ക്യാപ്റ്റൻ അമേരിക്ക ആയാലും തോർ ആയാലും എല്ലാം ഈ ഒരു ഫ്രാഞ്ചൈസിൽ നിന്ന് ഉള്ള കഥാപാത്രങ്ങളാണ്. അപ്പം അതിനകത്ത് ക്യാപ്റ്റൻ അമേരിക്കയുടെ 4ാമത്തെ സിനിമയാണ് എന്ന് പറഞ്ഞാണ് ഈ സിനിമ ഇറക്കിയിരിക്കുന്നത്. ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ജൂലിയസ് ഓന എന്ന് പറയുന്ന ഡയറക്ടറാണ്. ഇത് എഴുതിയിരിക്കുന്നത് ഒരുപാട് പേരുണ്ട്. എല്ലാവരും ഞാനിപ്പം പറയുന്നില്ല, ഏതാണ്ട് 8 പേരെങ്ങാണ്ട് 5-8 പേരെങ്ങാണ്ടുണ്ട്. ഇതിനകത്ത് പ്രധാന കഥാപാത്രങ്ങളായിട്ട് വരുന്നത് ആന്റണി മാക്കി ആണ് ഇതിനകത്ത് ക്യാപ്റ്റൻ അമേരിക്ക ആയിട്ട് വരുന്നത്. ക്രിസ് ഇവാൻസ് ഇതിനു മുമ്പുണ്ടായിരുന്ന 3 സിനിമയിലെ ക്യാപ്റ്റൻ അമേരിക്ക ആയിട്ട് ഉണ്ടായിരുന്നു. നമ്മുടെ എല്ലാവരുടെയും ക്യാപ്റ്റൻ അമേരിക്ക എന്ന് പറയുന്ന ആക്ടർ അല്ല ഇതിനകത്തുള്ളത്. അദ്ദേഹത്തിൻ്റെ സ്റ്റോറി അവെഞ്ചേഴ്സ് എൻഡ് ഗെയിമിൽ കൺക്ലൂഡ് ചെയ്തതാണ്. അപ്പം പുതിയൊരു കഥ ക്യാപ്റ്റൻ അമേരിക്കയാണ്. ക്യാപ്റ്റൻ അമേരിക്ക 4 എന്നൊക്കെ ഇതിനെ വിളിക്കുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് അതിന് താല്പര്യമില്ല. ക്യാപ്റ്റൻ അമേരിക്ക എന്ന് തന്നെ വിളിക്കുന്നതിനോട് വലിയ താല്പര്യമുള്ള ഒരാളല്ല ഞാൻ. ആ ഒരു ബയസ് മനസ്സിലുണ്ടോ എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാലുണ്ട്. പക്ഷെ അത് മാറ്റി വെച്ചിട്ട് തന്നെ സിനിമ കാണാം എന്നെനിക്കുണ്ടായിരുന്നു. ഇതിൻ്റെ പോസ്റ്റേഴ്സ് ട്രെയിലർ ഒന്നും കണ്ടപ്പോൾ എനിക്ക് വലിയ കാര്യത്തിൽ പ്രതീക്ഷയൊന്നും തോന്നിയില്ല. പക്ഷേ ഇതിൻ്റെ പോസ്റ്റേഴ്സ്, ഇതിന് മാർക്കറ്റിംഗ് ചെയ്തിരിക്കുന്ന ടീം അവർ പോസ്റ്റേഴ്സ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ പോസ്റ്റേഴ്സാണ് ഈ സിനിമയ്ക്കുള്ളത്. ചിലതൊക്കെ വളരെ നല്ല, ശരിക്കും നമുക്ക് സിനിമ കാണാൻ തോന്നുന്ന രീതിയിലുള്ള ആർട്ട് വർക്കാണ് ഇതിൻ്റെ പോസ്റ്റേഴ്സിലുള്ളത്. അപ്പം എനിക്ക് ഇത് കണ്ടപ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എനിക്ക് ഇങ്ങനെ പ്രതീക്ഷ വന്ന 4 സിനിമകളാണുള്ളത്. ഒന്ന് ബ്ലാക്ക് വിഡോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ എനിക്ക് അറിയില്ല. ഞാൻ ബ്ലാക്ക് വിഡോയുടെ ബേസിലൊരു സിനിമ ഇറക്കുന്നു എന്ന് കേട്ടപ്പം അതിന് നല്ല പൊട്ടൻഷ്യൽ ഉണ്ടല്ലോ, അടിപൊളിയാകാനെന്ന് ഞാൻ ചിന്തിച്ചിരുന്നു. രണ്ടാമത് ഞാൻ അതുപോലെ നല്ലതാകാൻ സാധ്യതയുണ്ടെന്ന് വിചാരിച്ചത് ഈ മാർവലിൻ്റെ തന്നെ ഈ നിക് ഫ്യൂറിയെ കേന്ദ്ര കഥാപാത്രമാക്കിയ ഒരു TV സീരീസ് ഉണ്ടായിരുന്നു. ആ സീരീസിൻ്റെ പേര് പോലും സീക്രട്ട് വാർസ് എന്നാണെന്ന് തോന്നുന്നു. എനിക്ക് എക്സാക്റ്റ് ഓർമ്മയില്ല പേരെന്തുവാന്ന്. സീക്രട്ട് ഇൻവേഷനോ സീക്രട്ട് വാർസോ എങ്ങാണ്ടാണ്. അത് എനിക്ക് നല്ലതായിരിക്കും എന്ന് വിചാരിച്ചു. അത് കൊള്ളത്തില്ലായിരുന്നു. ബ്ലാക്ക് വിഡോ കൊള്ളത്തില്ലായിരുന്നു. ഈ ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ വേൾഡെങ്കിലും നല്ലതായിരിക്കും എന്ന് കരുതിയാണ് ഞാൻ കാണാൻ തുടങ്ങിയത്. പറയാതിരിക്കാൻ പറ്റത്തില്ല, ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് വളരെ മോശം ഒരു സൂപ്പർ ഹീറോ സിനിമയിലൊന്നാണ് ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ വേൾഡ്. ഇത് എന്താ പറയണ്ടത്, നമുക്കങ്ങ് വിഷമം വരും. ഇതിനകത്ത് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ഇതിനകത്ത് പ്രധാന ആക്ടറായിട്ട് വരുന്നത് ആന്റണി മാക്കിയും ഹാരിസൺ ഫോർഡുമാണ്. ആന്റണി മാക്കി ക്യാപ്റ്റൻ അമേരിക്ക ആയിട്ടും ഹാരിസൺ ഫോർഡ് ജനറൽ തേഡിയസ് റോസ് എന്ന് പറയുന്ന കഥാപാത്രമായിട്ടാണ്. അദ്ദേഹത്തെ നേരത്തെ ഈ മാർവൽ യൂണിവേഴ്സിൽ പോർട്രേ ചെയ്തിട്ടുള്ളത് വേറൊരു നടനായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. അപ്പോൾ ആ റോളിലേക്കാണ് ഈ ഹാരിസൺ ഫോർഡിനെ കൊണ്ടുവന്നിട്ടുള്ളത്. ഹാരിസൺ ഫോർഡ് നല്ലതായിട്ട് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കഥാപാത്രവും അത്യാവശ്യം നല്ലോണം എഴുതപ്പെട്ടിട്ടുണ്ട്. പ്രശ്നം, ഈ കഥാപാത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആസ്പെക്റ്റ് എന്ന് വെച്ചാൽ ഈ കഥാപാത്രം റെഡ് ഹൾക്ക് ആണ് എന്നുള്ള കാര്യം ഇതിൻ്റെ മാർക്കറ്റിംഗ് ടീമിലുള്ള പൊട്ടന്മാർക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. റെഡ് ഹൾക്കാണ് ഹാരിസൺ ഫോർഡ് എന്ന് ഇവരെല്ലാ മാർക്കറ്റിംഗ് മെറ്റീരിയലിലും അങ്ങ് തള്ളി മറിച്ചു. അത് കഥയിലെ പ്രധാനപ്പെട്ട ഒരു ട്വിസ്റ്റാണ്. അതെന്തിനാണ് ഇവർ മാർക്കറ്റിങ്ങിൽ കാണിച്ചതെന്ന് എനിക്കറിയത്തില്ല. കാരണം അവസാനം വരുന്ന ഒരു ട്വിസ്റ്റാണ്. അതില്ലായിരുന്നു, അത് റെഡ് ഹൾക്ക് ഈ സിനിമയിൽ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞ സിനിമ എടുക്കുമായിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു. അറ്റ്ലീസ്റ്റ് ആ ട്വിസ്റ്റെങ്കിലും, ബാക്കി സിനിമ കൊള്ളത്തില്ലെങ്കിൽ അതെങ്കിലും ഒരു ഇമ്പാക്റ്റ് വന്നേനെ, ഒരു വൗ ഫാക്ടർ അല്ലെങ്കിൽ സർപ്രൈസ് ഫാക്ടർ ഡെഫിനറ്റ്ലി വന്നേനെ. അത് പോയി. ശരിക്കും ഡിസപ്പോയിൻറ്റിങ് ആയിരുന്നു ഈ സിനിമ. അധികം ഞാൻ ഇതിനെപ്പറ്റി പറഞ്ഞതിന് മുമ്പ് സ്പോയിലേഴ്സിലോട്ട് പോകും. അതുകൊണ്ടാണ് ഓവറോൾ സിനിമ പോരാ. VFX ഒക്കെ ഭയങ്കര ബോറാണ്. നമുക്ക് കാണുമ്പോൾ ഇങ്ങനെ ഇത് ഇത്രയും പൈസ മുടക്കി ഉണ്ടാക്കിയ സിനിമയാണോ എന്ന് തന്നെ തോന്നും. എനിക്കൊന്ന് ഇതിന് $200 മില്യൺ അടുത്തെങ്ങാണ്ടാണ് ഇതിൻ്റെ ബഡ്ജറ്റ്. $200 മില്യൺ ഒരു സിനിമ എടുത്തിട്ട് ഇത്രയും മോശം, ഇതിലും നല്ല VFX ഞാൻ മലയാളം സിനിമയെ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ എത്ര കുറവാണ് മലയാളം സിനിമയിലെ ബഡ്ജറ്റ്, എന്നിട്ട് അതിലും നല്ല VFX ഞാൻ കണ്ടിട്ടുണ്ട്. സിനിമ പോരാ, ഓവറോൾ പോരാ. സിനിമയുടെ സ്പോയിലേഴ്സിലോട്ട് ഇനി പോവുകയാണ്. ഇനിയും പറയുന്നതിൽ സ്പോയിലേഴ്സ് കാണും. ഫസ്റ്റ് ഓഫ് ഓൾ, ആന്റണി മാക്കിയുടെ ഇതിനകത്ത് പ്രധാന വില്ലനായിട്ട് കാണിച്ചിരിക്കുന്നത് ജിയൻ കാർലോ എസ്പോസിറ്റോ എന്ന് പറയുന്ന നടൻ്റെ ക്യാരക്ടറാണ്. ആ ക്യാരക്ടറിനെ കാണിച്ചത് എനിക്ക് സത്യം പറഞ്ഞാൽ
ചിരി വന്നു. 3 സീനേ ഉള്ളൂ ഈ സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വില്ലൻ എന്ന് പറഞ്ഞ് കാണിച്ച കഥാപാത്രത്തിന്. 3 സീൻ, അതും വലിയ അടിപൊളി സീനൊന്നും അല്ല. ഒരു ഫൈറ്റ്, ഒരു ഇൻട്രൊഡക്ഷൻ സീന്, പിന്നെ ഒരു ജയിലിൽ കിടക്കുന്ന സീൻ, ഇത്രേ ഉള്ളൂ. ഇത് കഴിഞ്ഞ് എനിക്ക് വിരൽ എണ്ണാവുന്ന അത്രയും, വിരലല്ല, 3 സീനേ ഉള്ളൂ ഇതിനകത്ത് പ്രധാന സെക്കൻഡ് മെയിൻ ക്യാരക്ടറായിട്ട് വരേണ്ട വില്ലൻ കഥാപാത്രത്തിന്. പിന്നെ ആന്റണി മാക്കി, ഇദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻ അമേരിക്കയുടെ കുറേ ചെയ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ വളരെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്ത്, ഇത് സൂപ്പർ സോൾജർ സിറം, ഈ ക്യാപ്റ്റൻ അമേരിക്കക്കൊക്കെ കിട്ടിയ തന്നെ സൂപ്പർ സോൾജർ സിറം കിട്ടിയ ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹത്തിനെ ഫോൾസായിട്ട് പ്രസിഡന്റിനെ കൊല്ലാൻ ശ്രമിച്ചു എന്നും പറഞ്ഞ് അദ്ദേഹത്തിനെ ജയിലിലിടുകയും അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി ക്യാപ്റ്റൻ അമേരിക്ക കഷ്ടപ്പെടുകയും അതിനിടയ്ക്ക് വളരെ വലിയൊരു കോൺസ്പിറസി കണ്ടുപിടിക്കുന്നതും ഒക്കെയാണ് ഇതിൻ്റെ കഥ. ഇത് കഥയായിട്ട് എടുക്കുകയാണെങ്കിൽ കുറേ ഇങ്ങനെ പോകുന്നു എന്നേ ഉള്ളൂ. അല്ലാതെ ഈ സിനിമയ്ക്ക് പ്രത്യേകിച്ച് വലിയ ഗുണമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. പ്രധാനമായിട്ട് ഇതിനകത്തൊരു പറയേണ്ട ഘടകം, എനിക്കത് കുറ്റപ്പെടുത്തലായിട്ട് തോന്നുമായിരിക്കാം എങ്കിലും, വിൻ്റർ സോൾജർ എന്ന് പറയുന്ന സിനിമയും വിൻ്റർ സോൾജർ, ക്യാപ്റ്റൻ അമേരിക്ക വിൻ്റർ സോൾജറും പിന്നെ ഹൾക്കും, ഇൻക്രെഡിബിൾ ഹൾക്ക് 2008 ഇറങ്ങിയ ഇൻക്രെഡിബിൾ ഹൾക്കും, ഇത് രണ്ടിൻ്റെയും കൂടെ ഒരു സീക്വലായിട്ട് ഇറക്കിയ സിനിമ. ഇതിനെപ്പറ്റിയൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇത് പിന്നെ മലയാളം വീഡിയോ ആയതുകൊണ്ട് ഞാൻ അതുകൊണ്ട് ഒന്നുകൂടെ ഊന്നി പറയുകയാണെന്നേ ഉള്ളൂ. അതിൻ്റെ ഒരു സീക്വലായിട്ട് എടുത്ത സിനിമ. ഇത് ക്യാപ്റ്റൻ അമേരിക്ക എന്ന് പറയുന്ന കഥാപാത്രമായിട്ട് സത്യം പറഞ്ഞാൽ ഇതിന് പ്രത്യേകിച്ചൊന്നുമില്ല. എനിക്ക് ഒരു ക്യാപ്റ്റൻ അമേരിക്ക സിനിമ പോലെ തോന്നിയില്ല. ഹൾക്കില്ലാത്തൊരു ഹൾക്കിൻ്റെ സീക്വലിനകത്ത് ഫാൽക്കൺ ഉള്ളതുപോലെ എനിക്ക് തോന്നി. ഫാൽക്കണാണ് ആന്റണി മാക്കിയുടെ ക്യാരക്ടർ. ക്യാപ്റ്റൻ അമേരിക്ക ആവുന്നതിന് മുമ്പ് ഫാൽക്കൺ ആയിരുന്നു ആ കഥാപാത്രം. ഇതിനകത്ത് പുതിയൊരു ഫാൽക്കണുണ്ട്, അതൊരു മെക്സിക്കൻ ഫാൽക്കണാണ്. അതൊക്കെ പറയുമ്പോൾ നമുക്കിങ്ങനെ ചിരി വരും. ഇങ്ങനെയാണോ പടമെടുക്കേണ്ടതെന്ന് തോന്നിപ്പോവും. നമ്മളിങ്ങനെ, ഞാൻ വളരെ കുറച്ച് സിനിമകൾക്കേ പറയാറുള്ളൂ ഇതെനിക്കും ബെറ്ററായിട്ട് എഴുതാമായിരുന്നു എന്ന് ഞാൻ പറയാറുള്ളത് വളരെ കുറച്ച് സിനിമകൾ. കാരണം ഒരു സിനിമയിലെ സ്ക്രിപ്റ്റ് എഴുതുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല, അത് മെനക്കേടുള്ള പരിപാടിയാണ്. അതെല്ലാവരെ കൊണ്ടും കഴിയുന്ന കാര്യമല്ല. പക്ഷേ ഈ സിനിമ ഇത്രയും കുളമായിട്ട് എഴുതി വെച്ചിരിക്കുന്ന സിനിമ തീർച്ചയായിട്ടും ഇതിലും ബെറ്ററായിട്ട് എനിക്കോ എന്നെക്കാട്ടിലും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾക്കോ പറ്റുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം അത്രയ്ക്ക് മോശമായിട്ടാണ് ഇവർ എടുത്തേക്കുന്നത്. ലാസ്റ്റ് സീനിൽ ഹൾക്കും ക്യാപ്റ്റൻ അമേരിക്കയും കൂടെ ഫൈറ്റ് ചെയ്യുന്നതുണ്ട്. ഇതുവരെയുള്ള എല്ലാ കഥയിലും ഈ ഹൾക്ക് എന്ന് പറയുന്ന സാധനത്തിന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഹൾക്കിൻ്റെ അപ്പുറത്തെ ശക്തനാണ് റെഡ് ഹൾക്ക്. റെഡ് ഹൾക്ക് വരുമ്പോൾ റെഡ് ഹൾക്കിനെ എങ്ങനെയാണ് സ്റ്റോപ്പ് ചെയ്യുന്നത്? സംസാരിച്ച് പ്രശ്നം തീർത്തു. അങ്ങനെ അവസാനം എൻഡ് ചെയ്യുന്നത്. ക്യാപ്റ്റൻ അമേരിക്ക സംസാരിച്ച് നിങ്ങളിങ്ങനെ ദേഷ്യപ്പെടല്ലേ, ശാന്തനാകൂ എന്ന് പറയുമ്പോൾ ശാന്തനായി. എനിക്കത് കണ്ടപ്പോൾ ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു. എന്ത് പിണ്ണാക്കാണ് ഇവർ ഇതിനകത്ത് ഉണ്ടാക്കി വെച്ചേക്കുന്നതെന്ന് നമ്മൾ വിചാരിക്കും. ഒരു റെഡ് ഹൾക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഈ ഹൾക്കിനെ എടുത്ത് ചാമ്പുന്ന ഒരു സാധനമാണ് റെഡ് ഹൾക്ക് കോമിക് ബുക്കിലെ. ആ കഥാപാത്രത്തെ കൊണ്ട് ഇത്രയും ഒരു കഞ്ഞി ക്യാരക്ടറാക്കിയത് ഭയങ്കര വിഷമമായിപ്പോയി. പിന്നെ ഒരു ഫൈറ്റ് സീനുണ്ട്, ആകാശത്ത് പറന്ന് നടന്ന് കുറേ ജെറ്റിൻ്റെ മിസൈലൊക്കെ സ്റ്റോപ്പ് ചെയ്യുന്നൊരു ഫൈറ്റ് സീനുണ്ട്. അത് കൊള്ളായിരുന്നു, അത് കൊള്ളത്തില്ലെന്നല്ല. പക്ഷെ CGI ആണ്. എല്ലാം കാണുമ്പോൾ നോക്കി ഒരു ഗെയിമിൻ്റെ കട്ട് സീൻ കാണുന്ന പോലെ. പക്ഷെ അതൊരു കുറ്റമായിട്ട് ഞാൻ പറയുന്നില്ല, കാരണം എനിക്കിഷ്ടം അങ്ങനെയുള്ള ആക്ഷൻ സീക്വൻസസ് കാണാൻ. ആസ് എ മൂവി ഒട്ടും കൊഹേസീവ് അല്ല, ക്വാളിറ്റി ഇല്ല, VFX ഇല്ല, ആക്ടിങ് കൊള്ളത്തില്ല. അയ്യോ, അതാണ് ഹാരിസൺ ഫോർഡ് ഒഴിച്ച് ഈവൻ ആന്റണിയെ ആക്കി പോലും ഇതിനകത്തെ അഭിനയം വളരെ മോശം. സിനിമ പോരാ, കാണാൻ ഒട്ടും റെക്കമെൻഡ് ചെയ്യത്തില്ല. നിങ്ങൾക്ക് മാർവലിൻ്റെ ഒരു കണ്ടിന്യൂറ്റി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ മാത്രം ഇല്ല എങ്കിലും കാണണ്ട, കൊള്ളില്ല. എന്തായാലും റിവ്യൂ കേട്ടെന്ന് ഒത്തിരി സന്തോഷം. ഇത് വളരെ പേഴ്സണലായിട്ടുള്ള റിവ്യൂ ആയിട്ട് എനിക്ക് തോന്നി. എന്തായാലും എല്ലാവർക്കും കേട്ടതിനും സപ്പോർട്ട് ചെയ്യുന്നതിനും ഒത്തിരി നന്ദി. നമസ്കാരം.